നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ ഒന്ന് കാണുക, നിങ്ങൾ മനസ്സിലാക്കുക, ചിന്തിക്കുക ഞാൻ എന്താണ് പറയുന്നതെന്ന്. ഇന്നത്തെ പുതിയ തലമുറ എങ്ങോട്ട് പോകുന്നു? ആൺകുട്ടികളും പെൺകുട്ടികളെ ഭാഗത്ത തെറ്റ് എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ചുറ്റും കഴുകന്മാരുണ്ട്, അത് മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ കാലത്തുള്ള പെൺകുട്ടികൾ മാതാപിതാക്കളെ ഭയമില്ല, അവനവൻ്റെ സംസ്കാരത്തെ വിശ്വാസമില്ല, അതിനും ഭയമില്ല, ഒന്നുമില്ല, ആചാരമില്ല, ഒന്നുമില്ല. ജീവിതം ഇങ്ങനെ ജീവിക്കുന്നത് സന്തോഷത്തിന് ഇങ്ങനെ പായുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നില്ല, ഇതൊക്കെയാണ് ജീവിതം എന്നാണ് അവരുടെ ചിന്താഗതി. ആരും മനസ്സിലാക്കുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും കിനാവ് വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരുമ്പോൾ അവൻ്റെ കൂടെ പോവുക, അവൻ്റെ കൂടെ മയങ്ങി വീണ് പിന്നെ മാതാവും വേണ്ട, പിതാവും വേണ്ട, കുടുംബങ്ങളും വേണ്ട, അനുജനും വേണ്ട, ജ്യേഷ്ഠനും വേണ്ട, ആരും വേണ്ട എന്നുള്ള ചിന്താഗതി. എന്തൊരവസ്ഥയാണ് നിങ്ങൾ നോക്കൂ. ഞാൻ എന്താണ് പറയേണ്ടത്? ഇത് വല്ലാത്തൊരു ഒരു 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 മാനസിക അവസ്ഥയാണ്. ചിന്തിക്കുന്നില്ല. പുതിയ തലമുറ എങ്ങോട്ട് പോകുന്നു? എന്തിന് പോകുന്നു? ആരുടെ കൂടെ പോകുന്നു? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? സ്വയം ചിന്താബോധമില്ല. ജോലി സ്ഥലത്തായാലും പഠിക്കുന്ന കാലഘട്ടത്തിലായാലും ഒന്നിനും ഒരു 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 മനസ്ഥിതി, ഒരു സ്വബോധം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, തലമുറ ശ്രദ്ധിക്കുക. ചുറ്റും കഴുകന്മാർ തന്നെയാണ്, അങ്ങനെ വേണം പറയാൻ. ആ കഴുകന്മാരുടെ വലയിൽ അകപ്പെടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒന്നും കൂടി ഞാൻ ആണയിട്ട് പറയുന്നതാണ് ഇന്നത്തെ തലമുറേൻ്റെ കാര്യം, പ്രത്യേകിച്ച് പെൺപിള്ളേരുടെ കാര്യം. പെൺപിള്ളേരെന്ന് തന്നെ പറയണം. അവർ ഈ ചെറുപ്രായത്തിൽ തന്നെ ആരെങ്കിലും എന്താ പറയണ്ടേ, സ്നേഹപ്രകടനമായിട്ട് അവർ കിട്ടുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ വേണ്ട, കുടുംബങ്ങളെ വേണ്ട, സഹോദരന്മാരെ വേണ്ട, എല്ലാം അവർക്ക് മേലെ ചാർത്തി അവരാണ് എല്ലാം, എൻ്റെ എല്ലാം പ്രാണസാഖി അല്ലേ, പ്രാണൻ അവരാണ് എൻ്റെ ജീവിതത്തിലുടനീളം. ഞാൻ ഇന്ന് കണ്ട ഒരു കാഴ്ചയുണ്ട്, ഭാര്യയും ഭർത്താവും അടികൂടുന്നത്. ഞാൻ അവർക്ക് മക്കളായി, അവരെ മക്കളുമായി, എന്നിട്ടും എനിക്ക് ബന്ധം വേണ്ട, ഞാൻ അത് ഡൈവോഴ്സ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞ് ഇതാക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം, ഈ സുന്ദരമായ ജീവിതം സന്തോഷത്തോടുകൂടി ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ വേണ്ടാത്തതിന് ആവശ്യമില്ലാതിനൊക്കെ കലഹിച്ച് അതങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് അങ്ങനെയാണ്, എന്നെ ചതിച്ചു മറ്റേതാക്കിയെന്ന് പറഞ്ഞ് ജീവിതം വെറുതെ നശിപ്പിച്ച് കളയല്ല സുഹൃത്തുക്കളെ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളീ കാണുന്ന അല്ല ജീവിതം എന്ന് പറഞ്ഞാൽ അതിവിശാലമാണ്. ഈ സുന്ദരമായ ജീവിതം അല്ലേ, നമുക്കെല്ലാവർക്കും ഈ ജന്മം കിട്ടി, അതെന്താണെന്ന് അറിയാതെ ജീവിച്ചു പോകുന്ന പുതിയ തലമുറയാണ്. എങ്ങോട്ട് പോകുന്നു? ഓരോ ദിവസങ്ങളിലും പത്രങ്ങളിലും വാർത്തകളിലെല്ലാം വരുന്നത് എന്തൊക്കെ വാർത്തകളാണ് കേൾക്കുന്നത്? കുടുംബത്തിൽ വരെ സന്തോഷമില്ലായ്മയാകുന്നു. എന്തുകൊണ്ടാണ്? കുടുംബത്തിൽ സന്തോഷം കിട്ടുന്നില്ല, പരസ്പരം സംസാരിക്കുന്നില്ല. അതുകൊണ്ട് പുറത്ത് പോയിട്ടുള്ള സ്നേഹം അവർ തേടുന്നു. മനുഷ്യരെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പ്രലോഭനങ്ങളിൽ പെട്ടുവീഴുന്നു. ഇത് മനസ്സിലാക്കേണ്ടത് ഓരോ മാതാപിതാക്കളും ഓരോ പുതിയ തലമുറയിലുള്ള ആൾക്കാരുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ആരാണോ കാണുന്നത് അവർ മനസ്സിലാക്കുക, ഒന്ന് ഷെയർ ചെയ്യുക. എനിക്ക് സമൂഹത്തിനെ നന്നാക്കാനൊന്നും കഴിയില്ല, ഞാനൊരാൾ വിചാരിച്ചാലും നന്നാവുകയില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാണുമ്പോൾ, അധർമ്മങ്ങൾ കാണുമ്പോൾ നമുക്ക് അത് ഇങ്ങനെയോ പറയാൻ പറ്റത്തുള്ളൂ ലോകത്തോട്. ഇതിലാരെയും മുഖമോ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കിയിട്ടില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഞാൻ പറയുന്ന വോയിസിനാണ് പ്രാധാന്യം. നല്ലൊരു സമൂഹത്തിൽ വളരുമ്പോൾ നല്ല തലമുറകളായിട്ട് വളരണം. അതൊക്കെയല്ലേ വേണ്ടതല്ലേ? മാതാപിതാക്കൾ വിദ്യാഭ്യാസം തരുന്നുണ്ട്, ആഹാരം തരുന്നുണ്ട്, താമസ സൗകര്യം തരുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും തരുന്നുണ്ട്. അത് അവരവർ ദുർവിനിയോഗം ചെയ്യരുത്. കാരണം ഒരുപാട് ദുർവിനിയോഗം ചെയ്തിട്ട് അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ അഭിപ്രായം. മറ്റൊരു അഭിപ്രായം, നിങ്ങൾ ഈ പുതിയ തലമുറ പത്രങ്ങളും TV വാർത്താ ചാനലുകളും ഒക്കെ കാണാൻ ശ്രമിക്കുക, അത് വിലയിരുത്തുക. എന്തൊക്കെ നമ്മളെ സമൂഹത്തിൽ ലോകത്തിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക, അതിന് ശ്രദ്ധ കൊടുക്കുക. നമ്മൾ ഈ കാണുന്ന ഈ മായയിലല്ല ജീവിതം എന്നെല്ലാവരും തിരിച്ചറിയുക. നല്ലൊരു പൊതുസമൂഹത്തെയാണ് വാർത്തെടുക്കേണ്ടത്. പഴയ തലമുറയിൽ ഇങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന തലമുറകളിലാണ് ചിന്താശേഷി നഷ്ടപ്പെട്ടു പോകുന്നത്. ജീവിതം ഒരിക്കൽ കൈവിട്ടുപോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല.
അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും ചിന്തിക്കുക, മനസ്സിലാക്കുക. ഒന്നും കൂടി ഞാൻ പറയുന്നു, ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബോധമുണ്ടായി കൊടുക്കൽ, ചിന്തിക്കാനുള്ള മനോശക്തിയും വീര്യവും പകർന്നു കൊടുക്കുക, മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കോളേജുകളായാലും സ്കൂളുകളിൽ നിന്നായാലും പൊതുസമൂഹത്തിൽ നിന്നായാലും പലതരം സ്നേഹപ്രകടനങ്ങൾ കാണാം. പക്ഷെ അത് എത്രമാത്രം സത്യമാണെന്ന് തിരിച്ചറിയാൻ നിങ്ങളാണ് അത് മനസ്സിലാക്കേണ്ടത്. കാരണം ചതിക്കുഴികൾ ഒരുപാടുണ്ട് സുഹൃത്തുക്കളെ, ചതിക്കുഴികളേ ഉള്ളൂ ഭൂരിഭാഗവും. അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഇതിനെപ്പറ്റി പറയേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണ്. എന്നാലും അറിവില്ലാത്തവർക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള കടമയാണ് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നത്. എല്ലാ മാതാപിതാക്കളും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് പൂർണ്ണമായിട്ട് കാണണം എന്ന് ഞാൻ പറയുന്നില്ല. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ്. നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അല്ല, നിങ്ങൾക്കിത് കാണണം, ഇത് കേൾക്കണം എന്നുള്ളതാണെങ്കിൽ നിങ്ങളിത് മുഴുവനായിട്ടും കേൾക്കുക. അടുത്ത തലമുറയെ ഓർത്ത് അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ചെറിയൊരു മരുന്നായിട്ട് നിങ്ങളിത് കാണുക. അതുകൊണ്ട് എല്ലായിടത്തും പൊതുസമൂഹത്തിൽ കാണാം, എല്ലാ സ്ഥലങ്ങളിലും. അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല, ഇടപെടുത്തുമില്ല. ഇതൊരു വോയിസ് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ചിന്തിക്കുക, നല്ലതുപോലെ ചിന്തിക്കുക, മുന്നോട്ട് പോവുക. ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. സന്തോഷവും സങ്കടവും എല്ലാം അവരവരുടേതായ കർമ്മത്തിനനുസരിച്ച് മാത്രമേ ഇരിക്കൂ. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. മാതാപിതാക്കളും മറ്റ് കുടുംബാംഗങ്ങളും എല്ലാവർക്കും ഉണ്ട് അല്ലേ? അപ്പോൾ അവരെല്ലാവരും ഉണ്ട്, അവരെല്ലാം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കണ്ണുനീര് വീഴ്ത്താതെ നിങ്ങൾ ജീവിക്കുക. അതാണ് പറയാനുള്ളത്. കുടുംബങ്ങളിലാവുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം സ്വാഭാവികമാണ്. അങ്ങനെയാണ് ഓരോ കുടുംബവും മുന്നോട്ട് പോകുന്നത്. അപ്പം എല്ലാവർക്കും ആ ചിന്ത തലമുറക്ക് ഉണ്ടാവണം. അതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുകയാണ് വേണ്ടത് എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പുതിയ തലമുറയിലേക്കും എത്തിപ്പെടട്ടെ. നല്ല ചിന്താശക്തി ഉണ്ടാകട്ടെ, ചിന്താ മനോഭാവമുണ്ടാവട്ടെ. എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ, ശരിയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് വളരെ ഉത്സാഹത്തോടു കൂടി ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. കണ്ടോ? അപ്പോൾ അത് വീഡിയോയിൽ കാണുന്ന രംഗങ്ങൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം പറയാൻ കഴിയില്ല. അത്രയും വിഷമങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ് പുതുതലമുറ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ മാതാപിതാക്കൾ ഇതൊന്നും അറിയില്ല, അവരുടെ കുടുംബാംഗങ്ങൾ ഇതൊന്നും അറിയില്ല. അതാണ് ഓരോ പ്രായത്തിൻ്റെ എടുത്തുചാട്ടം എന്നൊക്കെ പറയുന്നത് പോലെ ഇവരറിയാതെ ആ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ജീവിതം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. അത് സ്വർഗമായാലും നരകമായാലും ഇത് തന്നെയാണ് ജീവിതം, ഇവിടെ തന്നെയാണ് എല്ലാം. അത് മറ്റുള്ളിടത്തൊന്നുമല്ല. അപ്പോൾ ഈ ജീവിതം വെറുതെ ആരും കളയരുത്. സന്തോഷകരമായി ജീവിക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് നമ്മളെ സ്നേഹിക്കുന്നവരെയും നമ്മളെ കുടുംബാംഗങ്ങൾക്കും സന്തോഷം നമ്മളെ കൊണ്ട് കൊടുക്കുന്നത്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.